ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലിലുമായി 1000-ലധികം സൈനികരെ വിന്യസിച്ച് ഇസ്രായേൽ നാവികസേന. ഇസ്രായേലിന്റെ തീരപ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളിലും നാവികസേന സജീവ പങ്കുവഹിക്കുന്നുണ്ട്. കടൽമാർഗമുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ തടയുവാനും തന്ത്രപ്രധാനമായ തീരപ്രദേശങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുവാനും പുതിയ വിന്യാസം സഹായിക്കും. കടലിലെ ഗ്യാസ് പ്ലാന്റുകൾ, ഇസ്രായേലിന്റെ കപ്പൽ പാതകൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് നാവികസേനയുടെ പ്രാഥമിക ലക്ഷ്യം. ഇന്ധനം, വെടിക്കോപ്പുകൾ തുടങ്ങിയവ വിദേശത്തു നിന്ന് എത്തിക്കുന്ന കപ്പൽ പാതകൾ തടസ്സപ്പെടാതിരിക്കുവാൻ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ഇറാന്റെയും ലെബനന്റെയും ഉൾപ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവസരമൊരുക്കി തീരപ്രദേശത്തെ പ്രതിരോധ ചുമതലകൾ നാവികസേന ഏറ്റെടുത്തു. മിസൈൽ ബോട്ടുകളും നൂതന റഡാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഡ്രോൺ, റോക്കറ്റ് ആക്രമണങ്ങളെ നാവികസേന നിരീക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. മിസൈൽ കപ്പലുകളുടെ കൃത്യമായ സ്ഥാനം രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആഴ്ചകളോളം കടലിൽ തുടരുവാനും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്തുവാനും സജ്ജമാണ് ഈ കപ്പലുകളെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നുണ്ടെന്നും എന്നാൽ അവരുടെ ശേഷി ഇല്ലാതാക്കുവാനുള്ള തിരിച്ചടികൾ തുടരുകയാണെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ചെങ്കടലിലും മെഡിറ്ററേനിയനിലും ഒരേ സമയം യുദ്ധസജ്ജരായി നിൽക്കുകയാണ് ഇസ്രായേൽ സൈന്യം.